അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 103-ാമത്തെ സൂറത്തായ സൂറത്തുൽ അസ്ർ ആണ് നാം പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അസ്റിലെ 1-ാമത്തെ ആയത്തിൻ്റെ ആശയം നാം ഗ്രഹിച്ചു. വൽ അസ്ർ, കാലം സാക്ഷി. ഇനി അടുത്ത സൂക്തങ്ങളിലേക്ക് പോകാം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ഇന്ന നിശ്ചയം, അൽ ഇൻസാൻ മനുഷ്യൻ, ല തീർച്ചയായും, ഫീ ഇൽ ആകുന്നു, ഖുസ്ർ നഷ്ടം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയം മനുഷ്യൻ നഷ്ടത്തിലാകുന്നു. ആരാ പറയുന്നത്? അള്ളാഹുവാണ് പറയുന്നത്. എൻ്റെ ലൈഫ് വളരെ പ്രോഫിറ്റബിൾ ആണല്ലോ, ലാഭകരമായിട്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്, പിന്നെ എന്താ അള്ളാഹു ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊരുപക്ഷെ നമുക്ക് സംശയം തോന്നാം. ഇവിടെ അൽ ഇൻസാൻ എന്ന് പറയുമ്പോൾ മനുഷ്യ സമൂഹം മുഴുവനുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ആരൊക്കെയാണ് ഇവരിൽ നഷ്ടത്തിൽ പെടാത്തത് എന്ന് പിന്നീട് പറയാൻ പോകുന്നുണ്ട്. 4 ഗുണങ്ങളുള്ളവർ നഷ്ടത്തിലാവുകയില്ല എന്ന് പറയും. പൊതുവായിട്ട് ആദ്യ ഒരു പ്രസ്താവനയാണ് വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയം മനുഷ്യൻ നഷ്ടത്തിലാണ് എന്നതിന് കാലം സാക്ഷി. ഇതാണ് 2 ആയത്തും കണക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആശയം. നമ്മൾ പഠിച്ചു നോക്കുക, ഒരു സമൂഹം അങ്ങനെ തന്നെ നഷ്ടത്തിലാണ് അല്ലേ. ആദം അലൈഹിസ്ലാമിൻ്റെ കാലം മുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ആദം അലൈഹിസ്ലാമിൻ്റെ ഒരു മകനുണ്ടായില്ലേ, കാബീൽ. അദ്ദേഹം എന്താ ചെയ്തത്? സഹോദരൻ ഹാബീലിനെ വധിച്ചു കളഞ്ഞു അല്ലേ. എന്തൊക്കെയോ ഭൗതിക താല്പര്യങ്ങളായിരുന്നു അതിൻ്റെ പിന്നിൽ. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഈ കാബീലിൻ്റെ പിന്മുറക്കാരായ തിന്മ ചെയ്യുന്ന പിശാചിന് അടിമപ്പെട്ടു പോകുന്ന ആ നിലയ്ക്ക് ഒരു കൂട്ടർ അങ്ങനെ തന്നെ വരുന്നുണ്ട്. ഈ കാലം വരെയും അവർ നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നിലക്കുള്ളവർ അവരൊക്കെയും നഷ്ടത്തിലകപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഥവാ കാലത്തെ, അള്ളാഹു നൽകിയ ആയുസ്സിനെ നന്മയിൽ ഉപയോഗപ്പെടുത്താത്ത സകലരും നഷ്ടത്തിലാണ്. സാധാരണഗതിയിൽ ലാഭവും നഷ്ടവും, പ്രോഫിറ്റ് ആൻഡ് ലോസ്, എന്തിലാണ് പ്രയോഗിക്കാം? ബിസിനസ്സിലാണല്ലേ. ബിസിനസ്സിലാണല്ലോ അങ്ങനെ പറയാം. പ്രോഫിറ്റാണോ ലോസ് ആണോ ഇങ്ങനെ കണക്ക് നോക്കിക്കൊണ്ടേയിരിക്കും കച്ചവടക്കാർ. ശരിക്കും അള്ളാഹു തആല നമ്മുടെ ഈ ലൈഫിനെ ഒരു ബിസിനസ് സംരംഭത്തോട് ഉപമിച്ചുകൊണ്ടാണ് പറയുന്നത്. അതൊരു എക്സാമ്പിൾ എന്ന പോലെ പറയാൻ, ഒരു കച്ചവടക്കാരൻ, ഇപ്പോൾ ഒരു ചെറിയ കച്ചവടക്കാർക്ക് ഓരോ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ നോക്കും ഇന്ന് ലാഭമാണോ നഷ്ടമാണോ, അല്ലെങ്കിൽ മാസത്തിൽ അതല്ലെങ്കിൽ വാർഷിക കണക്കെടുപ്പ് നടത്തിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യൂലേ. തീർച്ചയായിട്ടും ആ നിലക്ക് ഓഡിറ്റിങ്ങിന് വിധേയമാക്കും കച്ചവടം ലാഭമാണോ നഷ്ടമാണോ. ഇതേപോലെ നമ്മുടെ ലൈഫിനെ എത്ര നന്മ എത്ര തിന്മ, ഇത്രയും കാലത്ത് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എന്താ നേടിയത്, എന്താ നഷ്ടമായത്, ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ? വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണിത്. വിദ്യാഭ്യാസ രംഗത്ത് നമ്മളിപ്പോൾ പഠിച്ച് ഒരു പക്ഷേ 8ാം ക്ലാസ് മുതൽ +2 വരെ എന്നൊക്കെ പറയുമ്പോൾ ഒരു 5-6 വർഷക്കാലം, ഈ കാലഘട്ടമൊക്കെ ഒന്ന് ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. അപ്പോൾ മനസ്സിലാവും നമ്മൾ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ. ഖുർആൻ പലയിടത്തും ജീവിതത്തെ കച്ചവടത്തോട് ചേർത്ത് പറയുന്നുണ്ട്. തിജാറ ഹൽ അദുല്ലുക്കും അലാ തിജാറ, നിങ്ങൾക്കൊരു കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞു തരട്ടെ. ഇങ്ങനെ കച്ചവടക്കാരൻ ലാഭനഷ്ടം കണക്ക് കൂട്ടും പോലെ നമ്മുടെ ലൈഫിനെ നിരന്തരം വിലയിരുത്തിയിട്ട് മുന്നോട്ട് പോകണം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാവും അല്ലേ. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ഇങ്ങനെ പറയുമ്പോൾ ഒരാൾ കരുതാണ് ഞാൻ വളരെ ലാഭത്തിലാണ്, എനിക്കൊരുപാട് സമ്പത്തുണ്ട്, അധികാരമുണ്ട്, സൗകര്യങ്ങളുണ്ട്, അപ്പോൾ അയാൾ ലാഭത്തിലല്ലേ. ഇസ്ലാമികമായിട്ട് പറയുമ്പോൾ അയാളത് നേടിയത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണെങ്കിലേ ലാഭമുള്ളൂ, അല്ലെങ്കിൽ നഷ്ടമാണ്. അപ്പോൾ ഒരാൾ തൻ്റെ കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ നന്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചു, അത് നഷ്ടമല്ലേ. ഭൗതികമായിട്ട് നമ്മൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ നഷ്ടമാണ്. പക്ഷേ അയാൾ നന്മയ്ക്ക് വേണ്ടിയാണ് ചെലവഴിച്ചതെങ്കിൽ ഒരിക്കലും നഷ്ടമല്ല, ലാഭമാണ്. ഇപ്പോൾ ലാഭനഷ്ടത്തിൻ്റെ ഇസ്ലാമികമായ വീക്ഷണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ. നമ്മുടെ ലൈഫ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ. തുടർന്ന് അള്ളാഹു ലാഭത്തിലാകുന്ന ജീവിതത്തിൻ്റെ 4 പ്രത്യേകതകളാണ് പറയാൻ പോകുന്നത്. 3-ാമത്തെ ആയത്ത്
ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇല്ല ഒഴികെ, അല്ലദീന ഒരു കൂട്ടർ, ഒരു വിഭാഗം. ആരാണവർ? അല്ലദീന ആമനു വിശ്വസിച്ചവർ ഒഴികെ, അവർ നഷ്ടത്തിലല്ല. പിന്നെ വഅമിലു, അമില പ്രവർത്തിച്ചു, വഅമിലു പ്രവർത്തിക്കുകയും ചെയ്തവർ, അസ്വാലിഹാത്ത് നന്മകൾ, സ്വാലിഹത്ത് നന്മ, സ്വാലിഹാത്ത് നന്മകൾ ചെയ്തവരും ഒഴികെ. പിന്നെ മൂന്നാമത്തെ ഗുണം എന്താണ്? അതോടൊപ്പം തവാസൗ, തവാസ ഉപദേശിച്ചു എന്നാണ്, പരസ്പരം ഉപദേശിച്ചു. വസീയത്ത് എന്ന് പറയില്ലേ ഉപദേശത്തിന്. തവാസൗ അവർ പരസ്പരം ഉപദേശിക്കുകയും ചെയ്തു. ബിൽ ഹഖ് സത്യം കൊണ്ട്, സത്യം പരസ്പരം ഉപദേശിച്ചു. തവാസൗ അവർ ഉപദേശിക്കുകയും ചെയ്യുന്നവരാണ്. ബിസ്വബ്ർ സ്വബ്ർ കൊണ്ട്, ക്ഷമ സഹനം കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരാണ്. അപ്പോൾ 4 ക്വാളിറ്റി ഇവിടെ എണ്ണി പറയുന്നുണ്ട് അല്ലേ. ഈ 4 ഗുണങ്ങളുള്ളവർ ഒരിക്കലും നഷ്ടത്തിലല്ല എന്നതിന് കാലം സാക്ഷിയാണ്. അള്ളാഹു വളരെ കൃത്യമായിട്ട് സമർത്ഥിക്കുകയാണ് കേട്ടോ. വൽ അസ്ർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഈ ദിവസം വരെയുള്ള സകല ചരിത്ര സംഭവങ്ങളും നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുകയാണ് അല്ലേ. എന്നിട്ട് നഷ്ടത്തിലകപ്പെട്ട വലിയ ഒരു ജനസമൂഹവും മുമ്പിൽ വന്നു നിൽക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അതിനൊക്കെ ഒരുപാട് വിശദീകരണങ്ങൾ നമുക്ക് കാണാം. എന്നിട്ടാണ് പറയുന്നത് ഈ 4 ഗുണമുണ്ടോ? ഉണ്ടെങ്കിൽ അവർ ലാഭകരമായ ജീവിതത്തിലാണ്. ഒന്നാമത്തെ ഗുണം എന്താണ്? അല്ലദീന ആമനു വിശ്വസിച്ചവരാണ്. ആമന വിശ്വസിച്ചു. നേരത്തെ ഒരു ആമന വന്നില്ലേ സൂറത്ത് ഖുറൈശിൽ, ആമനഹും മിൻ ഖൗഫ്. അവിടെ എന്താ നമ്മൾ അർത്ഥം പറഞ്ഞത്? നിർഭയത്വം നൽകി എന്നാണ്. അവിടെ വിശദീകരിച്ചിരുന്നു നിർഭയത്വവും വിശ്വാസവും രണ്ടും കണക്റ്റഡ് ആണ് എന്ന് പറഞ്ഞിരുന്നു. എനിക്ക് അയാളെ വിശ്വാസമാണെന്ന് പറഞ്ഞാൽ എനിക്ക് അയാളെ പേടിയില്ല എന്നല്ലേ, ആ നിലയ്ക്ക്. ഇവിടെ ആമന എന്ന് പറയുമ്പോൾ വിശ്വാസമാണ്, അള്ളാഹുവിലുള്ള വിശ്വാസം. ഈമാൻ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ബില്ലാഹി വ മലായിക്കത്തിഹി വ കുത്തുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. 6 കാര്യങ്ങളാണ് അല്ലേ. അവയിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. ഇതിങ്ങനെ നാവ് കൊണ്ട് എണ്ണി പറയലല്ല കേട്ടോ, മറിച്ച് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളണം. അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ട് എന്ന് മാത്രമല്ല, ആ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ ജീവിക്കേണ്ടത് എന്ന ബോധ്യമാണ്. മലക്കുകൾ എന്നൊരു സംവിധാനമുണ്ട്, അവൻ്റെ വേദഗ്രന്ഥങ്ങളുണ്ട്, അവൻ പ്രവാചകന്മാരെ അയച്ചുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ച് തരുന്നു. അതേപോലെ തന്നെ പരലോകമുണ്ട്, വിധി അവനാണ്, ഖൈറും ഷർറും നന്മയും തിന്മയും അവനിലൂടെയാണ് സംഭവിക്കുന്നത്. ഈ നിലയിലുള്ള ഈ വിശ്വാസത്തെ ശക്തിപ്പെടുത്തലാണത് ഈമാൻ. അതോട് കണക്ട് ചെയ്ത് പറയാണ് വഅമിലു സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ. എന്താ സൽക്കർമ്മം? നമ്മൾ സ്വയം നല്ലതായിട്ട് കരുതുന്നതല്ല, അള്ളാഹുവും റസൂലും നല്ലതായിട്ട് നിശ്ചയിച്ച സൽക്കർമ്മങ്ങളാണ്. നമ്മൾ പലതും നല്ലതായിട്ട് സേവന പ്രവർത്തനമായിട്ടൊക്കെ കരുതൂലേ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ബാങ്കിങ് സിസ്റ്റം ഉണ്ടല്ലോ, ഒരർത്ഥത്തിൽ ഒരുപാട് സേവനം ചെയ്യുന്നു, പക്ഷെ അതിൻ്റെ ബേസ് ഇൻട്രസ്റ്റാണ്, പലിശയാണ്, ചൂഷണമാണ്. അതുകൊണ്ട് തന്നെ അതിനെ ആ അർത്ഥത്തിൽ സൽക്കർമ്മമായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ. അപ്പോൾ അള്ളാഹു നന്മയായിട്ട് നിശ്ചയിച്ച് തന്നിട്ടുള്ള സൽക്കർമ്മങ്ങളാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സത്യവിശ്വാസവും സൽക്കർമ്മവും ഉണ്ടല്ലോ, രണ്ടും ഇൻ്റർലിങ്ക്ഡ് ആണ് ശരിക്കും. ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് എന്നൊരാൾ പറയുന്നു, പക്ഷെ അയാൾ നിസ്കരിക്കുന്നില്ല, നോമ്പെടുക്കുന്നില്ല, ദാനധർമ്മങ്ങളിലോ ഒന്നുമില്ല. ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അതുപോരെ എന്ന് ചോദിക്കുന്നു. വേറൊരാൾ, അയാൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യും, സാമൂഹ്യ പ്രവർത്തനമൊക്കെ ചെയ്യുന്നുണ്ട്, പാലിയേറ്റീവ് കെയറിൽ മറ്റുമൊക്കെ സജീവമാണ്, ഞാൻ നല്ലത് ചെയ്യുന്നുള്ളൂ എന്നയാൾ പറയും. പക്ഷെ അയാൾക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല. തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിൽ വിശ്വാസമില്ലാതെ എത്ര നന്മ ചെയ്താലും അള്ളാഹുവിങ്കിൽ നിന്ന് അയാൾക്ക് പ്രതിഫലമൊന്നും കിട്ടൂല അല്ലേ. അങ്ങനെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഒരുപാട് നല്ല മനുഷ്യന്മാർ, നന്മ ചെയ്ത ആൾക്കാർ, എന്താ അവരുടെ അവസ്ഥ? അവർ തൻ്റെ സൃഷ്ടാവിനെ മറന്നുകൊണ്ട് ജീവിക്കുമ്പോൾ അള്ളാഹു അവർക്ക് റിവാർഡൊന്നും നൽകാൻ ബാധ്യസ്ഥനല്ലല്ലോ അല്ലേ. അവർ ചിലപ്പോൾ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടിയായിരിക്കും നല്ലത് ചെയ്തത്, അപ്പോൾ അവർക്ക് അത് കിട്ടും, ചിലപ്പോൾ അധികാരമൊക്കെ കിട്ടും. അള്ളാഹുവിങ്കിൽ നിന്ന് പ്രതിഫലം കിട്ടണമെങ്കിൽ അവനിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മം ചെയ്യണം. അപ്പോൾ മനസ്സിലാക്കേണ്ടത്,
വിശ്വാസവും സൽക്കർമ്മവും പരസ്പര ബന്ധമുള്ളതാണ്. വിശ്വാസമില്ലാത്ത കർമ്മം അള്ളാഹു സ്വീകരിക്കില്ല, കർമ്മമില്ലാത്ത വിശ്വാസവും അള്ളാഹു സ്വീകരിക്കില്ല എന്നുള്ളതാണ്. അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ്. തുടർന്ന് പറയാണ് വതവാസൗ ബിൽ ഹഖ്, അവർ പരസ്പരം സത്യം ഉപദേശിക്കും. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ്. ഇപ്പോൾ ന്യൂജന് ഉപദേശം ഒട്ടും ഇഷ്ടമല്ലേ എന്നാണ് പൊതുവെ പറയുന്നത്. ഒരു തന്ത വൈബ് അല്ലേ, ഒരു ഉപദേശി അമ്മാവൻ വന്നിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു സ്റ്റൈലിലാണ് അത്ര ഇപ്പോൾ ന്യൂജൻ ഉപദേശിക്കുന്നവരെ കാണുന്നത്. പക്ഷേ ഇസ്ലാമിൽ പരസ്പര ഉപദേശം വളരെ പ്രധാനമാണ്. നമ്മളാരും അങ്ങനെ അങ്ങ് പൂർണ്ണതയുള്ളവരല്ലല്ലോ, പല കുറവും തകരാറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരാൾ ഓർമ്മപ്പെടുത്തുമ്പോൾ അതാണ് ശരിയല്ലേ, എനിക്ക് മിസ്റ്റേക്ക് സംഭവിച്ചാണ് എന്ന് തിരിച്ചറിയാനുള്ള വലിയൊരു അവസരമാണ് ഒരാൾ നമ്മൾ ഉപദേശിക്കുമ്പോൾ. നമ്മുടേക്കാൾ കൂടുതലായിട്ട് ലൈഫിൽ എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ മാതാപിതാക്കൾ, അതുപോലെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് തന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് സ്വീകരിക്കലല്ലേ നല്ലത്. അങ്ങനെ ഈ ഹക്ക് ഉപദേശിക്കണം. ആ ഹക്കിൽ സത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹു തന്നെയാണ് അല്ലേ. അള്ളാഹു ഉണ്ട്, അവൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കണം, അവൻ ഇരുളിലും വെളിച്ചത്തിൽ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ബോധം പരസ്പരം നമ്മൾ എപ്പോഴും ഷെയർ ചെയ്തുകൊണ്ടിരിക്കണം. വതവാസൗ ബിൽ ഹക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. വതവാസൗ ബിസ്സബ്ർ, അതോടൊപ്പം ഒരു സത്യം അനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരുപാട് പലതരത്തിലുള്ള ക്രൈസിസും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയല്ലേ? അങ്ങനെയുണ്ടാകും. നമ്മൾ സത്യം മാത്രമേ പറയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ ചിലപ്പോൾ ചിലയിടത്ത് നമ്മൾ കളിയാക്കപ്പെടും, പരിഹസിക്കപ്പെടും, മാറ്റി നിർത്തപ്പെടും, എനിക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത ഉണ്ടാവണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇസ്ലാം എന്ന സത്യം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരുപാട് മനുഷ്യർ ഗുരുതരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ക്ഷമിക്കൂ എന്ന് പറയണം. അത് മാത്രം മതിയോ? സബ്റിന് 3 ആശയങ്ങളുണ്ട്. ഒന്ന് ക്ഷമയാണ്, മറ്റൊന്ന് സഹനമാണ്, മൂന്നാമത്തേത് സ്ഥൈര്യമാണ്. നല്ല സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിൽക്കലാണ്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കാൻ കഴിവുണ്ടായിട്ടും ആത്മനിയന്ത്രണം പാലിക്കലാണ്, സെൽഫ് കൺട്രോളാണ് ക്ഷമ. സഹനം എന്ന് പറഞ്ഞാലോ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത വിധത്തിൽ, ഇപ്പോൾ അസുഖം വന്നു, അല്ലെങ്കിൽ ഒരു മാനസിക പ്രയാസം, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യാം? സഹിക്കണതിന്, സഹിച്ച് മറികടക്കാൻ ശ്രമിക്കാം. മൂന്നാമത്തേത് ഒരു നിലപാടിൽ സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിൽക്കലാണ്. നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ പലതും കണ്ടും കേട്ടും കൊണ്ടിരിക്കുമ്പോൾ ആ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് തോന്നുക. അപ്പോൾ പലരോടും ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടിയില്ലെങ്കിൽ പിന്നെയും അതിൽ തന്നെ കുരുങ്ങിപ്പോവുക അല്ലേ. അങ്ങനെ സംഭവിക്കരുത്. നമുക്കൊരു സ്റ്റേൺ ആയിട്ടുള്ള ഒരു നിലപാടുണ്ടാവണം. അത് സബ്റാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും. ഇപ്പോൾ ചിലപ്പോൾ പെൺമക്കളോട് പിന്നെ സ്കൂളിൽ വെച്ചോ മറ്റോ ഒക്കെ അവർ മഫ്തയൊക്കെ ഇട്ട് പോകുമ്പോൾ ആ ഉമ്മച്ചിക്കുട്ടി പോകുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഞാനങ്ങ് ഉരുകിപ്പോയി എന്ന് തോന്നാം. അങ്ങനെ പിന്നെ മഫ്ത എന്തായി? ഷോളായി. ആ ഷോള് പിന്നെ ഇങ്ങനെ തലയിൽ നിന്ന് കഴുത്തിലേക്ക് വീണ് അല്ലേ, പിന്നെ കുത്താതെയായി. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഒരവസ്ഥയിലേക്ക് മാറും. അങ്ങനെ ആവരുത്. സബ്ർ എന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് കൂടിയാണ്. വളരെ കൃത്യമായൊരു നിലപാട് നമുക്കുണ്ടാവണം. ആ നിലയ്ക്ക് നമ്മൾ പരസ്പരം ഉപദേശിച്ചു കൊണ്ടിരിക്കണം. എന്തിനാണ് ഇസ്ലാമിക വസ്ത്രധാരണം, ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ എന്തിനാണ് നമ്മൾ സ്വീകരിക്കുന്നത്, ഇതൊക്കെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ വരുമ്പോൾ നല്ല സ്ട്രോങ് ആയൊരു നിലപാട് നമ്മിലുണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ 4 ഗുണങ്ങളാണ് പറഞ്ഞത്. വിശ്വസിക്കുക, സൽക്കർമ്മം ചെയ്യുക, അതേപോലെ സത്യം പരസ്പരം ഉപദേശിക്കുക, സബ്ർ പരസ്പരം ഉപദേശിക്കുക. ഇത് 4 പേര് ചെയ്യേണ്ട കാര്യമാണോ? അല്ല. ഈ 4ഉം ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾ വിജയിക്കും, അയാൾ നഷ്ടത്തിൽ അകപ്പെടില്ല എന്നതിന് കാലം സാക്ഷിയാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ മഹത്തരമായ ഒരു ആശയം സൂറത്തുൽ അസ്റിലൂടെ പങ്കുവെക്കാണ്. ഇതിൽ ഈ 4 കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നിർബന്ധമായിട്ടും നടപ്പിൽ വരുത്തണം. എങ്കിൽ നമുക്ക് വിജയമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരം വിജയികളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.